ഡിയർ സ്റ്റുഡൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 15ാമത്തെ പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ പഠിച്ചത്. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫ്, അതായത് എക്സ്പെരിമെൻ്റൽ വേരിഫിക്കേഷൻ ഓഫ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് നൽകിയത് തോമസ് ഹണ്ട് മോർഗനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിന് അദ്ദേഹം സെലക്ട് ചെയ്തത് ഡ്രോസോഫില്ല മെലനോഗാസ്റ്റർ എന്ന ഫ്രൂട്ട് ഫ്ലൈയെയാണ്. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യാനുള്ള കാരണവും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷനെ കുറിച്ചാണ്. മോർഗൻ ഡ്രോസോഫില്ലയിൽ നിരവധി എക്സ്പെരിമെൻ്റ് നടത്തുകയുണ്ടായി. അതിൽ ചില എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മോർഗൻ carried out several dihybrid crosses in Drosophila to study sex-linked genes. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ക്രോമസോംസ് ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ബോഡിയിൽ, അതായത് സെക്സ് ക്രോമസോംസും ആട്ടോസോംസും. അതിൽ സെക്സ് ക്രോമസോമാണ് എക്സ്, വൈ ക്രോമസോംസ് എക്സ് ക്രോമസോമാണ്, ബാക്കിയുള്ളവ ആട്ടോസോംസുമാണ്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് വിശദമായി പഠിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പഠനത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത്. മോർഗൻ carried out several dihybrid crosses in Drosophila to study genes that were sex-linked. സെക്സ്-ലിങ്ക്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് നടത്തിയത്. The crosses were similar to the dihybrid crosses carried out by Mendel in pea plant. മെൻഡൽ പീ പ്ലാന്റിൽ ആ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് പൈസം സറ്റേവം എന്ന് പറയുന്ന പ്ലാന്റിൽ, പീ പ്ലാന്റിൽ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തുകയും അതിൻ്റെ റേഷ്യോ നിങ്ങൾക്ക് ഓർമ്മ കാണും. എത്രയായിരുന്നു? 9:3:3:1. അതിൽ 9 പേര് റൗണ്ട് യെല്ലോ ആയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ കാണും. ഒരു പേരൻറ്റിൻ്റെ ടൈപ്പായിരുന്നു, ഒരാൾ മറ്റേ പേരൻറ്റിൻ്റെ ടൈപ്പ്. അങ്ങനെ 9 പ്ലസ് എത്രയാണ്? 1. അങ്ങനെ 10 പേര് പേരൻ്റൽ ക്യാരക്ടേഴ്സും 6 പേര് എങ്ങനെയായിരുന്നു? നോൺ പേരൻ്റ് ടൈപ്പായിരുന്നു. നോൺ പേരൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? 2 പേരൻറ്റിൻ്റെയും സ്വഭാവം കാണിക്കാത്തവരാണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് എന്ന് പറയുന്നത്. അതായത് ഡിഫർ ഫ്രം ദി പേരൻസിൽ നിന്ന് വ്യത്യാസമുള്ളവരായിരുന്നു. അതായത് 9:3:3:1 റേഷ്യോയിൽ ആ 3 വരുന്നത് എങ്ങനെയായിരുന്നു? 6 പേര് ഡിഫർ ഫ്രം ദെയർ പേരൻസ് ആയിരുന്നു. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് എന്ന് പറയുന്നത്. 2 പേരുടെയും കൂടെ സ്വഭാവങ്ങൾ ചേർന്ന ഒരു സ്വഭാവ സവിശേഷത. ബാക്കിയുള്ളവർ 10 പേര് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന പേരൻസിൻ്റെ ടൈപ്പായിരുന്നു. അപ്പോൾ ഈ ഡ്രോസോഫില്ലയിൽ എക്സ്പെരിമെൻ്റ് നടത്തിയത് ആരായിരുന്നു? മോർഗനാണ് എക്സ്പെരിമെൻ്റ് നടത്തിയത്. അപ്പോൾ ഡ്രോസോഫില്ല സെക്സ് ലിങ്ക്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയാണ് അദ്ദേഹം ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയത്. പക്ഷേ അവിടെ ഡീവിയേഷൻ സംഭവിക്കുകയാണ്. അതായത് ഇവിടെ അദ്ദേഹം നടത്തിയത് മോർഗൻ ഹൈബ്രിഡൈസ്ഡ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ്. അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതായത് മഞ്ഞ ശരീരമുള്ള വെള്ള കണ്ണുള്ള ഫീമെയിൽസും ഡ്രോസോഫില്ലയും, പിന്നെ ബ്രൗൺ ബോഡിയുള്ള ചുവന്ന കണ്ണുകളുള്ള ബ്രൗൺ ബോഡിയുടെ റെഡ് ഐഡ് മെയിലും തമ്മിലാണ് ക്രോസ് ചെയ്തത്. അങ്ങനെ F1 പ്രോജനിയൊക്കെ ലഭിക്കുകയുണ്ടായി. F1-ൽ നിന്നും F2 ഒക്കെ ലഭിച്ചു. പക്ഷേ F2 റേഷ്യോ ആ ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിൽ കിട്ടിയ 9:3:3:1 ൽ നിന്നും വ്യത്യാസമുള്ളതായിരുന്നു, ഡീവിയേഷൻ ഉള്ളതായിരുന്നു. അതാണ് ഈ എക്സ്പെരിമെൻറ്റിൽ കാണാൻ കഴിഞ്ഞത്. തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫില്ലയിൽ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊരു എക്സ്പെരിമെൻ്റാണ് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽസ് ഇൻറ്റു
ബ്രൗൺ ബോഡിയുടെ റെഡ് ഐഡ് മെയിൽ. അതായത് മഞ്ഞ ശരീരവും വെള്ളക്കണ്ണുമുള്ള ഫീമെയിൽ ഡ്രോസോഫില്ലയെ ബ്രൗൺ ബോഡിയും റെഡ് ഐ ചുവന്ന കണ്ണും ഉള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്യുകയാണ്. അതിൻ്റെ ജീനോടൈപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഫീമെയിലിൻ്റേത് YYWW, മറ്റേ മെയിലിൻ്റേത് Y+Y+W+W+. അത് വന്യ ഇനം ആയതുകൊണ്ടാണ് അങ്ങനെ പ്ലസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്യാമേറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ജീനുകൾ ഇരിക്കുന്നതൊക്കെ എക്സ് ക്രോമസോമിലാണ് നമുക്ക് കാണാൻ കഴിയും. വൈയും ഡബ്ല്യുവും Y+ഉം W+ഉം ഒക്കെ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ ആ ജെ ഷേപ്പിലിരിക്കുന്ന ക്രോമസോമാണ് Y ക്രോമസോം. അപ്പോൾ XX XY, അതുകൊണ്ടാണ് എക്സ് ലിങ്ക്ഡ്. അതാത് രീതിയിലുള്ളൊരു എക്സ്പെരിമെൻ്റാണ് അദ്ദേഹം നടത്തി നോക്കിയത്. അങ്ങനെ അദ്ദേഹത്തിന് F1 ജനറേഷൻ കിട്ടി. F1-ൽ നിന്ന് അദ്ദേഹം F2 ജനറേഷനും പ്രൊഡ്യൂസ് ചെയ്തു. വളരെ അത്ഭുതമെന്ന് പറയട്ടെ, എങ്ങനെയായിരുന്നു റിസൾട്ട് കിട്ടിയത്? പേരൻ്റൽ ടൈപ്പ് 98.7% ആയിരുന്നു. റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3%. അതായത് പേരൻറ്റിൻ്റെ അതേ സ്വഭാവമുള്ളവർ 98.7%. റീകോമ്പിനൻ്റ് ആയിട്ടുള്ളത് രണ്ടുപേരുടെയും കൂടെ സ്വഭാവമുള്ളത് എത്ര പേരായിരുന്നു? 1.3% ആയിരുന്നു. ഇത് പൂർണ്ണമായിട്ടും ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ചെയ്ത ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും വ്യത്യാസമുള്ളതായിരുന്നു. ഡീവിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വ്യത്യാസമുണ്ടെന്ന് മോർഗന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, ആ ജീനുകളെ, ആ ക്രോമസോമിൽ ജീനുകളുടെ സ്ഥാനം നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ YW, Y+W ഒക്കെ ആ എക്സ് ക്രോമസോമിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? വളരെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? ലിങ്കേജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലിങ്കേജ് എന്ന് വെച്ചാൽ എന്താണ്? ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. അതായത് ജീനുകൾ തമ്മിലുള്ള അസോസിയേഷൻ അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ അത്തരം ജീനുകളെ നമുക്ക് ലിങ്ക്ഡ് ജീൻസ് എന്ന പേരിൽ അറിയപ്പെടും. ദാറ്റ് ഫിനോമിനൻ ഈസ് നോൺ ആസ് എന്ന പേരിൽ അറിയപ്പെടും, ലിങ്കേജ് എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ ലിങ്ക്ഡ് ആയതുകൊണ്ടാണ്, അടുത്തടുത്തിരുന്നത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ രീതിയിലുള്ള ഒരു റിസൾട്ട് ലഭിക്കാൻ കാരണം. ഇനി മോർഗൻ്റെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക് വരികയാണ് നമ്മൾ. ഡൈഹൈബ്രിഡ് ക്രോസ് 2 നമ്പർ 2. അവിടെ ആരെയൊക്കെയാണ് ക്രോസ് ചെയ്തതെന്ന് നോക്കിക്കേ. വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽസും റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിലുമായിട്ടാണ് അദ്ദേഹം ക്രോസ് ചെയ്തത്. വെള്ളക്കണ്ണുള്ള കുഞ്ഞിച്ചിറകുള്ള ഫീമെയിൽ ഡ്രോസോഫില്ലയും ചുവന്ന കണ്ണുള്ള ലാർജ് വിങ്സ് ഉള്ള വലിയ ചിറകുള്ള മെയിലുമായിട്ടാണ് ക്രോസ് ചെയ്തത്. അവിടെ ക്രോമസോമുകൾ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. ക്രോസ് B കാണിച്ചിട്ടുണ്ട്. അവിടെ അതിലെ ജീനുകൾ നിങ്ങൾക്ക് കാണാം. WM ഫീമെയിലിൻ്റേത്, അതുപോലെ തന്നെ മെയിലിൻ്റേത് W+M+ വൈൽഡ് ടൈപ്പാണ്. അപ്പോൾ നേരത്തെ ഒന്നാമത് കണ്ട എക്സ്പെരിമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു വ്യത്യാസം കാണാൻ കഴിയും. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയായിരുന്നു? ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ Yയും Wയും അടുത്തടുത്തായിരുന്നുവെങ്കിൽ ഇവിടെ ഈ രണ്ട് ജീനുകൾ വളരെ അകലത്തിലാണ് ഇരിക്കുന്നത്. Wയും M ഇരിക്കുന്നത് ഡിസ്റ്റൻസിലാണ്. എന്നിട്ട് അദ്ദേഹം F1 പ്രോജനി പ്രൊഡ്യൂസ് ചെയ്തു. F1-ൽ നിന്ന് അദ്ദേഹം F2 ജനറേഷനും പ്രൊഡ്യൂസ് ചെയ്തു. റിസൾട്ട് നോക്കിക്കേ. പേരൻ്റൽ ടൈപ്പ് എത്ര കിട്ടി? 62.8% ആണ്. റീകോമ്പിനൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫർ ഫ്രം ദി പേരൻ്റ്. പേരൻ്റിൽ നിന്നും വ്യത്യാസമുള്ളവർ എത്ര പെർസെൻറ്റേജാണ്? 37.2%. പക്ഷേ ഈ ക്രോസ് എങ്ങനെയായിരുന്നു? ഗ്രിഗർ ജൊഹാൻ മെൻഡലിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസിന്
ഡൈഹൈബ്രിഡ് ക്രോസ് പോലെയായിരുന്നു ഈ ക്രോസ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻ്റ്. അതായത് വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിലും റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിലും തമ്മിലുള്ള ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ചെയ്ത ആ ഡൈഹൈബ്രിഡ് ക്രോസിനോട് സാമ്യമുള്ളതായിരുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നതിന് കാരണം ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഇവിടെ നടന്നു. ക്രോസിംഗ് ഓവർ നടന്നതുകൊണ്ടാണ് എന്തോ സംഭവിക്കാൻ കാരണം, ഈ പറയുന്ന റിസൾട്ടിന് വ്യത്യാസം വരികയും റീകോമ്പിനൻറ്റിൻ്റെ രണ്ട് പേരൻസിൻ്റെയും കൂടെ സ്വഭാവമുള്ളവർ എത്ര പെർസെൻറ്റേജ് കിട്ടി? 37.2% കിട്ടി. പേരൻ്റ് ടൈപ്പ് എത്രയേ ഉള്ളൂ? 62.8% കിട്ടുന്നതിന് കാരണം ഇവിടെ ക്രോസിംഗ് ഓവർ നടന്നു. ക്രോസിംഗ് ഓവർ നടന്നതിൻ്റെ ഫലമായി റീകോമ്പിനേഷൻ ഉണ്ടായി. റീകോമ്പിനേഷൻ നടന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും സംഭവിച്ചത്. അതായത് നോൺ പേരൻ്റൽ ജീൻ കോമ്പിനേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമായി തീർന്നു. ഏതാണ് അടിസ്ഥാനം? ക്രോസിംഗ് ഓവർ. ഇനി മോർഗൻ്റെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലേക്ക്. തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫിലയിൽ നടത്തിയ 2 എക്സ്പെരിമെൻറ്റിൽ നിന്നും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ലിങ്കേജ് എന്താണെന്നും റീകോമ്പിനേഷൻ എന്താണെന്നും ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലിങ്കേജ് എന്താണെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. എന്തായിരുന്നു? ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസാണ്. ഇപ്പോൾ ക്രോമസോമിൽ ജീനുകൾ അടുത്തടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ജീനുകളെയാണ് നമ്മൾ ലിങ്ക്ഡ് ജീൻസ് എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഫിനോമിനനാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ലിങ്കേജ് ഈസ് ദ ഫിനോമിനൻ ഓഫ് കോ എക്സിസ്റ്റൻസ് ഓഫ് 2 or more ജീൻസ് ഇൻ ദി സെയിം ക്രോമസോംസ് എന്നും പറയുന്നു. സച്ച് ജീൻസ് ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസ് എന്തോ കാണിക്കത്തില്ല? ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് കാണിക്കത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഒന്നാമത്തെ എക്സ്പെരിമെൻറ്റിൽ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഡീവിയേഷൻ ഉണ്ടാകാൻ കാരണം അതാണ്. മെൻഡൽ നടത്തിയ എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയായിരുന്നു? ലാ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് അനുസരിച്ചായിരുന്നു ഡൈഹൈബ്രിഡ് ക്രോസ് 9:3:3:1. പക്ഷേ മോർഗൻ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയായിരുന്നു? ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം എന്തായിരുന്നു? അത് ലിങ്ക്ഡ് ജീൻസ് ആയതുകൊണ്ട് അതെന്തോ കാണിക്കത്തില്ല? ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. അത് സ്വതന്ത്രമായി വേർപിരിഞ്ഞു പോകത്തില്ല. കാരണം അടുത്തടുത്ത് ഇരിക്കുന്ന ജീനുകൾ എന്തോ ചെയ്യത്തില്ല? വേർപിരിഞ്ഞ് പോകാനുള്ള സാധ്യത കുറവാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യാം. ലിങ്കേജ് ഈസ് ദ ഫിനോമിനൻ ഓഫ് കോ എക്സിസ്റ്റൻസ് ഓഫ് 2 or more ജീൻസ് ഇൻ ദി സെയിം ക്രോമസോംസ്. സച്ച് ജീൻസ് ആർ കോൾഡ് ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. ഇനി റീകോമ്പിനേഷൻ പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. The term recombination is used to describe the generation of non-parental combination. 2 പേരൻറ്റിൽ നിന്നും വ്യത്യസ്തമായി ഉണ്ടാകുന്ന സന്തതികളെയാണ് നമ്മളെന്തോ പറയുന്നത്? റീകോമ്പിനൻ്റ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഡിഫർ ഫ്രം ദി പേരൻസിൽ നിന്ന് വ്യത്യാസമുള്ള സന്തതികൾ. അത് നമ്മൾ ഗ്രിഗർ ജോഹാൻ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടായിരുന്നു. 9:3:3:1 റേഷ്യോയിൽ 6 പേര് നോൺ പേരൻ്റൽ ടൈപ്പായിരുന്നു, 10 പേര് പേരൻറ്റിൻ്റെ സ്വഭാവമുള്ളവരുമായിരുന്നു. ഇവിടെയും അതേപോലെ സംഭവിച്ചിരിക്കുകയാണ്. നോൺ പേരൻ്റൽ ജനറേഷൻ ഉണ്ടായ റീകോമ്പിനൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം, ദ ടേം റീകോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ജനറേഷൻ ഓഫ് നോൺ പേരൻ്റൽ കോമ്പിനേഷൻ. പുതിയ കോമ്പിനേഷൻ സന്തതികൾ, പേരൻസിൽ നിന്ന് വ്യത്യാസമുള്ള സന്തതികൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് നമ്മൾക്ക് റീകോമ്പിനേഷൻ. ഉണ്ടാവുന്നവരെ നമുക്ക് എന്താ പറയുക? റീകോമ്പിനൻ്റ് എന്ന പേരിലും അറിയപ്പെടാൻ പറയുന്നു. അതിൻ്റെ ഒരു ഡയഗ്രാം അവിടെ കാണിച്ചിട്ടുണ്ട്. AB എന്ന് പറയുന്ന 2 ജീനുകൾ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്തടുത്തിരിക്കുന്ന ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ എന്തിന് സാധ്യത കുറവാണ്? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള
സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സ്മാൾ റീജിയൻ ക്യാൻ പ്രൊഡ്യൂസ് എ ബി, ഇവിടെ ചേഞ്ച് വരാൻ സാധ്യത കുറവാണ്, ക്രോസിംഗ് ഓവർ നടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ രണ്ടാമത്തെ സെറ്റ് ഡയഗ്രത്തിൽ നമ്മൾ എയും ബിയും ആ ജീനുകൾ ഇരിക്കുന്നത് വളരെ ദൂരെയാണ്. അപ്പോഴവിടെ എന്തിന് സാധ്യത കൂടുതലാണ്? ക്രോസിംഗ് ഓവർ നടക്കാൻ സാധ്യത കൂടുതലാണ്. ക്രോസിംഗ് ഓവർ നടന്നാൽ എന്ത് സംഭവിക്കും? ആ നോൺ പേരൻ്റൽ കോമ്പിനേഷൻസ് നടക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പേരൻസിനെ പോലെ അല്ലാത്ത രണ്ടുപേരുടെയും കൂടെ സ്വഭാവങ്ങളുള്ള സന്തതികൾ ജനിക്കാനുള്ള സാധ്യത കൂടും. ഏത് അവസരത്തിൽ? ആ ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്ന അവസരത്തിൽ. ഇപ്പോൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന പ്രക്രിയ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഡയഗ്രാം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ക്രോമസോമുകളെ കാണാൻ കഴിയും. ക്രോമസോമുകൾ നോക്കുക. ഒന്നിൽ ക്യാപിറ്റൽ എ ബി സി, അത് ബ്ലൂ കളറിൽ കാണിച്ചിട്ടുണ്ട്. മറ്റേ ക്രോമസോമ് സ്മാൾ ലെറ്റർ എ ബി സി ആണ്, അത് റെഡ് കളറിലും കാണിച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ മുൻപ് കുറേ എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് മോർഗൻ നടത്തിയ. ഇവിടെ ആ ജീനുകൾ എയും ബിയും എങ്ങനെ ഇരിക്കുകയാണ്? വളരെ അടുത്തടുത്താണ് അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ജീൻസിനെ നമ്മൾ എന്തോ പറയും? ലിങ്ക്ഡ് ജീൻസ്. ലിങ്ക്ഡ് ജീൻസ് എന്തോ ചെയ്യത്തില്ലെന്ന് നമ്മൾ പറഞ്ഞത്, ക്രോസിംഗ് ഓവർ നടക്കാൻ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷേ സി എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? വളരെ അകലെയാണ് സി ഇരിക്കുന്നത്. എന്തിനു സാധ്യതയുണ്ട്? ക്രോസിംഗ് ഓവർ നടക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ സെറ്റിൽ എന്താണ് നമ്മൾ കാണുന്നത്? നോക്കിക്കേ, ക്രോസിംഗ് ഓവർ നടക്കുകയാണ്. ഈ സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആ ക്രോസിംഗ് ഓവർ നടന്നപ്പോഴത്തേക്കും ആ എ ബി എന്ന് പറയുന്ന ജീനുകൾക്ക് അവിടെ തന്നെ ഇരിപ്പുണ്ട്, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയില്ല. പക്ഷേ സി നോക്കിയാണ് അകലെ ഇരുന്ന ആ ജീൻ എന്തോ സംഭവിച്ചു? തൊട്ടപ്പുറത്തെ സെഗ്മെൻറ്റിലോട്ട് മാറി. അതുപോലെ തന്നെ സ്മാൾ സി എന്തോ ചെയ്തു? ഇപ്പുറത്തെ ക്രോമസോമിലോട്ട് മാറി. അപ്പോൾ ഒരു സ്ഥലത്തെ റെഡ് ബ്ലൂവിനോടൊപ്പമായി, ഇപ്പുറത്തെ ഏത് റെഡിനോടൊപ്പം ബ്ലൂ കളറുമായി. ക്യാപിറ്റൽ സി പുറത്തു പോയി, സ്മാൾ സി പുറത്തും വന്നു. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? അകലെയാണ് ഇരുന്നത്. സി എന്ന് പറയുന്ന ജീൻ ഇരുന്നത് വളരെ അകലെ ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രോസിംഗ് ഓവർ നടക്കുന്നതിന് കാരണമായി തീർന്നു. ക്രോസിംഗ് ഓവർ നടക്കുന്നതനുസരിച്ച് എന്തോ സംഭവിക്കാൻ സാധ്യതയുണ്ട്? വേരിയേഷൻ നടക്കാൻ, വ്യതിയാനം ജീവികളിൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണ് സന്തതികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നതിന് ഈ പറയുന്ന പ്രതിഭാസം ഒരു കാരണമാണ്. ഏതാ? ഈ പറയുന്ന ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴാണ് നോൺ പേരൻ്റൽ ടൈപ്പ് ഉണ്ടാകുന്നത്. പേരൻസിൽ നിന്ന് വ്യത്യാസമുള്ള സന്തതികൾ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഏതാണ്? ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവറിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? റീകോമ്പിനേഷൻ, റീകോമ്പിനൻ്റ് ഉണ്ടാകുന്നതിന് കാരണമാകും. ഇനി നമ്മൾ തോമസ് ഹൺ മോർഗൻ നടത്തിയ, അതായത് ഡ്രോസോഫില്ലയിൽ അദ്ദേഹം നടത്തിയ 2 എക്സ്പെരിമെൻറ്റിൻ്റെയും റിസൾട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. റിസൾട്ട് ഓഫ് 2 ഡൈഹൈബ്രിഡ് ക്രോസസ് കണ്ടക്റ്റഡ് ബൈ മോർഗൻ. എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയതെന്ന് നമുക്കൊന്ന് നോക്കണം. ഇപ്പോൾ മേജർ ഫൈൻഡിങ്സ് ഓഫ് മോർഗൻസ് എക്സ്പെരിമെൻറ്റ്: ദ ജീൻസ് ഫോർ വൈറ്റ് ആൻഡ് യെല്ലോ വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോഡ് 98.7% പേരൻ്റൽ ടൈപ്പ്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഓർമ്മ കാണും. അതായത് വൈയും ഡബ്ല്യുവും ജീൻ എങ്ങനെയായിരുന്നു ഇരുന്നത്? വളരെ ടൈറ്റായിട്ട് അടുത്തടുത്തായിട്ടാണ് ഇരുന്നത്. അതുകൊണ്ടാണ് എങ്ങനെ കിട്ടിയത്? പേരൻ്റൽ ടൈപ്പ് 98.7% പേരൻ്റ് ടൈപ്പായി. പിന്നെ 1.3% എങ്ങനെ ഷോസ് ചെയ്തു? റീകോമ്പിനൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു. വളരെ കുറച്ച് മാത്രമേ റീകോമ്പിനൻ്റ് പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഇനി രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലോ, ദ ജീൻ ഫോർ വൈറ്റ് ആൻഡ് മിനിയേച്ചർ വിങ് WM ഓർമ്മ കാണും, ലൂസിലി ലിങ്ക്ഡ് ആണ്, വളരെ അകലെയാണ് ഇരിക്കുന്നത്. അവിടെ എങ്ങനെയായിരുന്നു? 62.8% പേരൻ്റൽ ടൈപ്പ്, ദെൻ 37.2% ഷോസ് റീകോമ്പിനേഷൻ. അത് ഡൈഹൈബ്രിഡ് ക്രോസുമായിട്ട് സാമ്യമുള്ളതാണ്. If the genes are closely arranged in a chromosome, linkage is high and shows low recombination.
ദ ജീൻസ് അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ എന്തോ സംഭവിക്കും? ആ ലിങ്കേജ് വളരെ ഹൈ ആയിരിക്കും, അത് ലോ റീകോമ്പിനേഷൻ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇഫ് ദ ജീൻസ് ആർ ഡിസ്റ്റലി അറേഞ്ച്ഡ്, ഇപ്പം ഡബ്ല്യുവും എമ്മും എങ്ങനെയായിരുന്നു? അകലെയാണ് കാണപ്പെട്ടത്. അപ്പോൾ ലിങ്കേജ് ലോ ആയിരിക്കും, അപ്പോൾ ലിങ്കേജ് വളരെ ലോ ആണ് അവിടെ. അതിൻ്റെ റീകോമ്പിനേഷൻ ദറ്റ് ഈസ് വെരി ഹൈ, റീകോമ്പിനേഷൻ ഈസ് ഹൈ. അപ്പോഴവിടെ 37.2% അവിടെ എന്തുകൊണ്ടായി? റീകോമ്പിനേഷൻ ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. അതെന്തുകൊണ്ടാണ്? ആ ജീൻസുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കൂടും തോറും എന്തിന് കാരണമാകും? ക്രോസിംഗ് ഓവർ നടക്കാനും റീകോമ്പിനൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കാരണമായി തീരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൽ കൂടെ നിങ്ങൾക്ക് ലിങ്കേജ് എന്താണെന്നും റീകോമ്പിനേഷൻ എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ലിങ്കേജും ക്രോസിംഗ് ഓവറും നാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്, തോമസ് ഹണ്ട് മോർഗൻ്റെ സ്റ്റുഡൻ്റായിരുന്നു ആൽഫ്രഡ് സ്റ്റുട്ടീവൻറ്റ്. He used the frequency of recombination between gene pairs on the same chromosome as a measure of the distance between genes and mapped their position on the chromosome. അപ്പം ജീനിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടെത്താൻ സഹായിച്ച സയൻറ്റിസ്റ്റാണ് ആൽഫ്രഡ് സ്റ്റുട്ടീവൻ. അത് മോർഗൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. ഇത് ജനറ്റിക് മാപ്പിൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് വഴിതെളിക്കുകയും ജീനോം പ്രോജക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇന്ന് നിലവിൽ അതായത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, നമ്മുടെ ഓരോ ജീനും എവിടെയൊക്കെയാണെന്നും അതിൻ്റെയൊക്കെ ഫങ്ഷൻ എന്താണെന്നും ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ സീക്വൻസ് ചെയ്യാൻ അതിനൊക്കെ ഈ ജനറ്റിക് മാപ്പ് കണ്ടുപിടുത്തം സഹായകരമായി തീർന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കാനുള്ളത്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മോർഗൻ്റെ രണ്ട് എക്സ്പെരിമെൻ്റ് നമ്മൾ പഠിക്കുകയുണ്ടായി. ലിങ്കേജും റീകോമ്പിനേഷനും ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു. പിന്നെ ജനറ്റിക് മാപ്പ് കണ്ടെത്തിയതാരാണെന്നും നമ്മൾ മനസ്സിലാക്കി.